കേരളത്തിൽ ഇത്തവണ ഹജ്ജ് സർവീസ് നടത്താൻ 2 വിമാന കമ്പനികൾ കൂടെ എത്തും. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കേരളത്തിലെ 3 വിമാനത്താവളങ്ങളിലും ഹജ്ജ് യാത്രാ നിരക്ക് കുറച്ചിട്ടുണ്ട്. കരിപ്പൂരിൽ നിന്നാണ് കൂടുതൽ നിരക്ക് കുറവെന്നും അധികൃതർ പറഞ്ഞു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യൻ കമ്പനിയായ ആകാശ എയറും കണ്ണൂരിൽ നിന്ന് സൗദി കമ്പനിയായ ഫ്ലൈ അദിയിലുമാണ് സർവീസ് നടത്തുക. ഇവ രണ്ടും ആദ്യമായാണ് ഹജ്ജ് സർവീസിന് കേരളത്തിലെത്തുന്നത്. നേരത്തെ ഹജ്ജ് സർവീസ് നടത്തിയിട്ടുള്ള ഫ്ലൈനാസ് ആണ് കൊച്ചിയിൽ നിന്നുള്ള ഹജ്ജ് സർവീസ് നടത്തുകയെന്ന് കരിപ്പൂർ ഹജ്ജ് ഹൗസ് അസിസ്റ്റന്റ് സെക്രട്ടറി ജാഫർ കെ കക്കൂത്ത് പറഞ്ഞു. ഇപ്രാവശ്യം വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 2 പുതിയ എയർ കമ്പനികൾ ഈ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അറിയാം, ഫ്ലൈനാസ് മുമ്പ് തന്നെ ഇവിടെ സർവീസ് നടത്തിയിരുന്നു. ഫ്ലൈ അദിയിൽ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആകാശ അവരും സർവീസ് നടത്താൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജ് ഹൈക്ക് കുറക്കാനും ഒരു 6000-ഓളം രൂപയുടെ കൊച്ചിയിൽ ചാർജ് കുറയാനും കണ്ണൂരിലും തന്നെ ഏകദേശം 6000 രൂപ കുറയാനും കോഴിക്കോട് വലിയ തോതിൽ കുറയാനും കാരണമായിട്ടുണ്ട്. അതൊരു ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേക ഏകദേശം 30,000 രൂപയുടെ കുറവ് നമ്മൾ കോഴിക്കോട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് ഇപ്രാവശ്യത്തെ പ്രത്യേകത. ആകാശ എയർ ആദ്യമായാണ് കരിപ്പൂരിലെത്തുന്നത്. ഒക്ടോബർ 1 മുതൽ മുംബൈ കോഴിക്കോട് സർവീസ് ആരംഭിക്കാനിരിക്കുകയാണ് ആകാശ എയർ. തുടർന്ന് വൈകാതെ തന്നെ സൗദിയിലേക്കുള്ള സർവീസും ആരംഭിക്കും. അതേസമയം ഇത്തവണ ടെൻഡറിൽ നിശ്ചയിച്ച തുകയും കഴിഞ്ഞ വർഷത്തെ നിരക്കും താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിലെ 3 വിമാനത്താവളങ്ങളിലും ഹജ്ജ് യാത്രാ നിരക്ക് കുറഞ്ഞിട്ടുണ്ട്. കരിപ്പൂരിലാണ് കൂടുതൽ കുറവ്. കഴിഞ്ഞ തവണ 1,55,828 രൂപയായിരുന്നത് ഇത്തവണ 1,05,270 രൂപയായി. കഴിഞ്ഞ വർഷത്തേക്കാൾ 30,000 രൂപയിലേറെ കുറവുണ്ട്. കൊച്ചിയിൽ കഴിഞ്ഞ വർഷം 93,231 രൂപയായിരുന്നത് ഇത്തവണ 86,043 രൂപയായി. കണ്ണൂരിൽ നിന്ന് ഇത്തവണ 88,044 രൂപയാണ്. കഴിഞ്ഞ വർഷം ഇത് 94,288 രൂപയായിരുന്നു. കൈരളി ന്യൂസ്, മലപ്പുറം.